ഇത് ലോകാവസാനത്തിന് ശേഷമുള്ള കാര്യമാണ്. അപ്പോൾ ലോകാവസാനത്തിന് ശേഷം ഒരു കാറ്റഗറി ജനങ്ങളുടെ ഇനി മരണം ഉണ്ടാകത്തില്ല. എന്നിട്ട് പറയാണ്, ദൈവം താൻ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി ദുഃഖം ഉണ്ടാകത്തില്ല, മുറവിളി ഉണ്ടാകത്തില്ല, മരണമില്ല. അപ്പോൾ നമുക്ക് മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, നമ്മളിപ്പം അനുഭവിക്കുന്ന യാതൊരു വിധമായിരിക്കുന്ന അനുഭവങ്ങളുമില്ലാത്ത, പൂർണ്ണ സന്തോഷമുള്ള, ഭയമില്ലാത്ത ഒരു അനുഭവത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്, യേശുക്രിസ്തു മുഖാന്തരം. അപ്പോൾ ഇത് നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ നമുക്ക് 20-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. പുറകിലോട്ട് പോകണം. 11 തൊട്ട് അതിൻ്റെ മേളിൽ നിന്ന് വായിച്ച് വന്നാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. എങ്കിലും കാരണം ഇവിടെ അതിൻ്റെ മേളിൽ 7-ാമത്തെ വാക്യം തൊട്ട് പറഞ്ഞാൽ 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അതായത് 20-ന്റെ 7 തൊട്ട്. അപ്പോൾ 1000 വർഷത്തെ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ രാജ്യത്വത്തിന് ശേഷമുള്ള കാര്യമായി ഇത് പറയുന്നത്. നമുക്കറിയാമല്ലോ, യേശുക്രിസ്തു മടങ്ങി വന്നാൽ 1000 വർഷം യേശുക്രിസ്തു യെരുശലേമിൽ അല്ലേ നിത്യരാജാവായിട്ട് വാഴും. അത് നമ്മൾ പറഞ്ഞ് വിശ്വസിക്കുന്നല്ലോ. അപ്പൊ ഈ 1000 ആണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ലോകം അവസാനിക്കുന്നത്. അന്ന് മുതലുള്ള കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അപ്പൊ ഈ 1000 വർഷം ഭൂമി സമാധാനത്തിന്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അന്യാരാധനകളില്ല, ക്രിസ്തുവിനെ അല്ലാതെ ആരും വണങ്ങത്തില്ല, ക്രിസ്തുവിനെ അല്ലാതെ ആരും ആരാധിക്കത്തില്ല. കാരണം എന്താണ്? എന്നിട്ട് പറഞ്ഞത് സാത്താൻ ഇപ്പോഴില്ലാത്തത് കൊണ്ട് മനുഷ്യന്റെ ഹൃദയം, ജാതികളുടെ ഹൃദയം ഇനി വഞ്ചിക്കപ്പെടത്തില്ല. നമ്മൾ മുമ്പ് പറഞ്ഞല്ലേ, ഈ യേശുക്രിസ്തുവിനെ വിട്ട് നമ്മൾ മറ്റെന്തിനെ ആരാധിച്ചാലും അത് പാപമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ നമ്മൾ ക്രിസ്തുവിനെ വിട്ട് നമ്മൾ സകലത്തിനെ ആരാധിക്കുന്നതിന്റെ കാരണം സാത്താൻ നമ്മളെ വഞ്ചിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഹിന്ദു ആയിരുന്നപ്പോഴും സാറ് ക്രിസ്തീയ മതത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇപ്പം ക്രിസ്തീയ മതവിശ്വാസികൾ യേശുക്രിസ്തുവിനെ വിട്ട് എത്രമാത്രം ആരാധനകളാണ്. മരിച്ചുപോയ മനുഷ്യരെ പരിമല ഇതെല്ലാം കാരണം സാത്താന്റെ വഞ്ചനയാണ്, കർത്താവിനെ സ്നേഹിക്കാത്തതുകൊണ്ട്. അപ്പൊ ഈ 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ തടവിൽ നഴിച്ചുവിടും. അപ്പൊ ഇവന് ഈ 1000 വർഷം യേശുക്രിസ്തു മടങ്ങി വരുന്ന അന്ന് മുതൽ 1000 വർഷം അവനെ ചങ്ങലക്കിട്ടിരിക്കുക. അവനിനി ജാതികളെ വഞ്ചിക്കാനോ ഇല്ല. അതുകൊണ്ട് മനുഷ്യരുടെ ഹൃദയം വഞ്ചിക്കപ്പെടത്തില്ല. അപ്പൊ 1-ാമത്തെ ദിവസം തന്നെ നമുക്കറിയാം സാത്താനാണ് അവരെ വഞ്ചിച്ചത്. ക്രിസ്തുവിൽ നിന്ന് അവരുടെ ഹൃദയം, ക്രിസ്തുവിൽ അന്നുകൊണ്ട് ജീവവൃക്ഷത്തിന്റെ ഫലം അവരത് കണ്ടില്ല, അത് പറിച്ച് തിന്നുമില്ല. അപ്പൊ സാത്താൻ അന്ന് മുതൽ ജീവവൃക്ഷത്തിന്റെ ഫലം മനുഷ്യൻ തിന്നരുതാണ് സാത്താൻ്റെ ആഗ്രഹം. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നിത്യജീവൻ പ്രാപിക്കും. ഇപ്പോഴെന്താണ്? ഒരുവൻ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കലെന്നാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ സ്നാനത്തിലേക്ക് വന്നാൽ എന്ത് ചെയ്യും? ഇവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കും. നമ്മൾ യേശുക്രിസ്തുവിന്റെ പേരിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ സാത്താൻ ഇഷ്ടമാണ്. നമുക്ക് എന്ത് ഭൗതിക സമ്പത്ത് ദൈവം തന്നാലും സാത്താൻ വിരോധം. പക്ഷെ നമ്മൾ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് സാത്താൻ വിരോധമായിരിക്കുന്നത്.